ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ മുളകിൻ്റെ വിളവെടുപ്പാണ്. അത് നിങ്ങളെ കൂടെ കാണിക്കാം. കണ്ടില്ലേ, നിറഞ്ഞു നിൽക്കുന്ന കണ്ടില്ലേ, കണ്ട ചെറിയൊരു തൈയാണ്, നിറച്ച് മുളകുണ്ട്. കണ്ട് അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്, നിറച്ച് കേട്ടോ. ഇത് നേരത്തെ ഇതിലും നിറച്ചുണ്ടായിരുന്നു, പക്ഷെ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. വിളവൊക്കെ എടുത്തു കഴിഞ്ഞ് ഇത് കണ്ടോ, ചെറിയ തൈയാണ്. ഇതൊക്കെ കണ്ടോ, ഇത് നമ്മൾ നാടൻ മുളകാണ്, നമ്മൾ പാകി കിളിപ്പിച്ചതാണ്. നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്ന മുളകിൽ നിന്ന് ഞാൻ പാകി കിളിപ്പിച്ച തൈകളാണ്. ഇതെല്ലാം ചെറിയ തോതിലെല്ലാം പോയതായിരുന്നു കേട്ടോ. കുരുടിപ്പൊക്കെ പിടിപെട്ട് പിന്നെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരികയാണ്. അത്യാവശ്യം ഇത് കണ്ടില്ല, ഇതെല്ലാം പോയിട്ട് തിരിച്ച് നമ്മളിതെല്ലാം കട്ട് ചെയ്ത് നിർത്തിയതായിരുന്നു കേട്ടോ. ഇതും അതുപോലെ തന്നെ കണ്ടില്ലേ, മുളകൊക്കെ പറിച്ചു. വിളവെടുപ്പൊക്കെ കഴിഞ്ഞതാണ്, ഇതിൻ്റെയൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞതാണ്. പക്ഷെ കുരുടിപ്പ് രോഗത്തിൽ നിന്നൊക്കെ എല്ലാത്തിനും ഒന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നേക്കുകയാണ്, കണ്ടില്ലേ. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതും അതുപോലെ തന്നെ നമ്മുടെ നാടൻ മുളക് പാകി കിളിപ്പിച്ചാണ്. അത്യാവശ്യം നിറച്ചുണ്ടായിരുന്നു മുളക് കേട്ടോ. ഇപ്പം കണ്ടോ, ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പൂവൊക്കെ വന്ന് കണ്ടോ, പൂക്കളൊക്കെ വന്നിട്ടുണ്ട് നിറച്ച് കണ്ടോ. എല്ലാം കണ്ടോ, പൂവൊക്കെ രണ്ടാമതായി വന്നതാണ്. അങ്ങനെ ഇതുങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തി. അടുത്തത് ഇത് കണ്ടോ, മുളക് കിടക്കുന്ന കണ്ടോ. അത്യാവശ്യം ചെറിയ തൈകളാണ്, ചെറുതാണ്, ഒത്തിരി നാളൊന്നും ആയിട്ടില്ല. പക്ഷേ ഇതിനൊക്കെ കണ്ടില്ലേ, കുരുടിപ്പ് വന്നുപോയി. കുരുടിപ്പ് രോഗം പിടിപെട്ടു നിൽക്കുകയാണ്. അതിന് ഞാനിപ്പോൾ ഇതിനൊക്കെ ചെയ്ത വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെയൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തത്, ഞാൻ പറഞ്ഞില്ല, കഞ്ഞി വെള്ളത്തിനകത്ത് മഞ്ഞൾപ്പൊടി കുറച്ച് ചാരവും കൂടെ കലക്കി ഡയലൂട്ട് ചെയ്ത് ഞാൻ ഒഴിച്ചു കൊടുത്തത്. പക്ഷെ കൊടുത്തതിൽ പിന്നെ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ, ഒത്തിരി മാറ്റം വന്നു. പിന്നെ കൂട്ടുവളമൊക്കെ ഇട്ട് കൊടുക്കും, അങ്ങനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് പോരുന്നത്. പക്ഷെ ഇത് കൂട്ടുവളം നമ്മൾ വളം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കുമ്മായം മസ്റ്റായിട്ട് മുളകിന് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. 2 ആഴ്ച കൂടിയിരിക്കുമ്പോഴെങ്കിലും മണ്ണിളക്കി കൊടുത്തുകൊണ്ട് കുമ്മായം കലക്കിയൊന്ന് ചുവട്ടിലൊഴിച്ചു കൊടുക്കുക. അത്യാവശ്യം അത് ചെയ്തതിൽ പിന്നെ തോന്നുന്നു ഒത്തിരി മാറ്റമുണ്ട്. ഇതൊക്കെ പൊട്ടിക്കിളുത്തൊക്കെ വരുന്നുണ്ട്, കണ്ടില്ലേ. മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇലയുടെയൊക്കെ കുരുടിപ്പൊക്കെ മാറി തുടങ്ങി. കഞ്ഞിവെള്ളവും ചാരവും കൂടെ കലക്കിയിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കി ഇത് ഡയലൂട്ട് ചെയ്ത് ഞാൻ ഇതിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തായിരുന്നു. ചുവട്ടിലൊഴിക്കുന്നതിനോടൊപ്പം തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തായിരുന്നു. പിന്നെ കുമ്മായം കലക്കി ഒഴിച്ചതും പിന്നെ വളം ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് വീട്ടിലുള്ള വേസ്റ്റ്, നമ്മുടെ ഇപ്പം കമ്പോസ്റ്റ് വേസ്റ്റ് ഇല്ലേ, നമ്മുടെ ഇപ്പോൾ ഉള്ളിത്തൊലി ഞാൻ പറഞ്ഞില്ല, കഞ്ഞിവെള്ളത്തിലിട്ട് പുളിപ്പിച്ച് പിഴിഞ്ഞ് അത് ഡയലൂട്ട് ചെയ്ത് മുളകിന് ഒഴിച്ചു കൊടുക്കുക. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഒഴിച്ചു കൊടുക്കുക, ഏറ്റവും നല്ലതാണ്. അതുപോലെ മീനിൻ്റെ വെള്ളം ഒക്കെ കൊണ്ടുവന്ന് മുളകിന് ഒഴിച്ചു കൊടുക്കണം. മീൻ നമ്മൾ വെട്ടുന്ന അതിൻ്റെ വേസ്റ്റ് വെള്ളമില്ലേ, അതൊക്കെ നമ്മൾ ഒന്ന് ഗ്രോ ബാഗിലൊരു സൈഡിലേക്ക് മണ്ണ് മാറ്റിയിട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ കുഴിച്ചിടുകയും പിന്നെ നമ്മൾ അതിൻ്റെ വെള്ളമില്ലേ, കഴുകിയ വെള്ളമൊക്കെ മുളകിനൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ലതാണ്. ഞാനിപ്പം ഒരുപാട് ചിലവ് വളങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ മേടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. വീട്ടിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവരെയൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കാം. കുരുടിപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കുക. കഞ്ഞിവെള്ളം പുളിപ്പിച്ച് നേർപ്പിച്ച് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് ഇലയിലേക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ നമുക്ക് മുളക് അത്യാവശ്യം നമുക്ക് അത് വീട്ടിലേക്കുള്ളതല്ലേ, നമുക്കിപ്പം വീട്ടിലേക്ക് അത്യാവശ്യം വിളവെടുപ്പൊക്കെ നമുക്ക് കിട്ടും. ഒരു 3-4 മൂട് 4-5 മൂട് മുളകുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതുപോലെ തൈകളൊക്കെ നടുമ്പോൾ തന്നെ
നടുന്ന സമയം തൊട്ടേ ഇവർക്ക് മണ്ണിലെ കുമ്മായം കലക്കി ചെറിയ 2 ആഴ്ച കൂടിയിരിക്കുമ്പോൾ ചെറിയ രീതിയിലൊന്ന് തളിച്ചു കൊടുക്കുക. കഞ്ഞിവെള്ളം ഇതുപോലെ മഞ്ഞൾപ്പൊടിയും ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഉപ്പ്, കല്ലുപ്പ് അല്ലെ എപ്സം സാൾട്ട് 1 സ്പൂണ് കലക്കി ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെയും ചെയ്യാം. എന്തെങ്കിലുമൊക്കെ നമ്മൾ കൂട്ടുവളം, പിന്നെ ഇതൊക്കെ നമ്മളിപ്പം കുമ്മായം ഇടുമ്പോൾ തന്നെ വളം നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ ഈ വളം ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ ഈ ആഴ്ച നമ്മൾ ഇട്ടിട്ടുണ്ട്, കുമ്മായം ഒഴിച്ചു കൊടുത്തുവെങ്കിൽ ഒരു 4-5 ദിവസം കഴിഞ്ഞ ശേഷം വളം, കൂട്ടുവളം എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇടാവും. പിന്നെ ഇതിൻ്റെ ഇങ്ങനെ ഈ കുരുടിപ്പ് വരുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ എവിടം വെച്ചാണോ അവിടെ തൊട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ താഴേന്ന് നമുക്കിതുപോലെ കിളുത്ത് കണ്ടില്ലേ, താഴേന്ന് കിളുത്ത് കയറിയതാണ്. നല്ലതായിട്ട് കണ്ടില്ലേ, താഴേന്ന് കിളുത്ത് കയറുകയും ചെയ്യും. നമുക്ക് ഒരുപാട് കണ്ടോ, ഇതൊക്കെ അങ്ങനെ കിളുത്ത് കയറി വന്നതാണ്. ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് അവിടെ തന്നെ ഇടരുത് കേട്ടോ. കട്ട് ചെയ്ത് അപ്പോഴേ നമ്മൾ മാറ്റി ദൂരെ കൊണ്ട് കളഞ്ഞേക്കണം. നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പച്ചമുളകിന് ഇത് എങ്ങനെ പോയാലും ഇതൊക്കെ ഉണ്ടാവും. പിന്നെ കട്ട് ചെയ്ത് കളയുക, പിന്നെ നമുക്കിങ്ങനെയൊക്കെ ചെയ്ത് നോക്ക്. പക്ഷേ എൻ്റേത് കണ്ടില്ലേ, രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള മുളക്, വിഷമില്ലാത്ത ഭക്ഷണം അല്ലേ, അതല്ലേ നമ്മുടെ ലക്ഷ്യം. അതിനാണല്ലോ നമ്മൾ ഈ അടുക്കളത്തോട്ടം. അപ്പം ഇവർക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലുള്ളത്. കൂടുതലും നമ്മുടെ കഞ്ഞിവെള്ളം വേസ്റ്റ് കളയരുത്. കഞ്ഞിവെള്ളം ചാരം കലക്കിയിട്ടാണെങ്കിലും അതിൻ്റെ ചുവട്ടിലേക്ക് നേർപ്പിച്ച്, ഒരിക്കലും നമ്മൾ കൊണ്ടുവന്ന് കഞ്ഞിവെള്ളം ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കരുത്. വെള്ളത്തിൽ കലക്കി നേർപ്പിച്ച ശേഷം മാത്രമേ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. പ്രത്യേകം അങ്ങനെയൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ഈ മുളക് കണ്ടല്ലേ, മുളകൊക്കെ നമ്മൾ എത്രയൊന്ന് ഒരു പരുവൊക്കെ ആകുമ്പോൾ നമ്മൾ പറിക്കണം, നിർത്തിയേക്കരുത് കേട്ടോ. മുളക് വിളവെടുത്തിട്ട് നമ്മൾ അതിൻ്റെ നാമ്പ് ഒന്ന് നുള്ളിക്കളയുകയാണെങ്കിൽ വേറെ കണ്ടില്ലേ, വേറെ ഇതൊക്കെ വന്ന് നമുക്ക് കായൊക്കെ ആയിക്കോളും കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ആഴ്ചയിൽ വളം ഇട്ട് കൊടുക്കണം. ചുവടൊക്കെ ഇളക്കി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്കുള്ള മുളകൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. എല്ലാവരും ഒരു 2 തൈയെങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക. വിഷം കഴിക്കാതെ നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ച് നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്കുള്ള മുളകൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഓക്കെ, ബൈ.